കഠിനമായിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളെ, നിയമങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എടുത്തു മാറ്റപ്പെട്ട് ആമേൻ ക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരു പാപമോചനമില്ല, വിമോചനമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത് എന്നിലൂടെ അല്ലാതെ പിതാവിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് ആമേൻ സ്വത്രം പുതിയ നിയമത്തിനും നടുവിലായി മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ മൂന്നാണികളുടെ മേൽ തൂങ്ങിയുമ്പോൾ ഒരു കാര്യം സഹോദര സത്യമായി നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടങ്ങൾ അവസാനിച്ചു. ആമേൻ ഒരു കൃപായുഗത്തിലേക്ക് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ നമുക്കൊരു മോചനം ലഭിച്ച് കൃപായുഗത്തിലേക്ക് നമ്മൾ ആക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കുകയും കൃപായുഗത്വവും അവസാനിച്ചു പോകുന്നതാണ്. കൃപയുടെ വാതിൽ അടയപ്പെടുമെന്നുള്ളത് വിശുദ്ധ വചനം ഹല്ലേലൂയ ലോകത്തോട് വിളിച്ചു പറയുന്ന വളരെ സത്യമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരിക്കൽ നോഹ എന്നതായിരിക്കുന്ന മനുഷ്യൻ, ദൈവപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അയ്യോ ജലപ്രളയം വരാൻ പോകുന്നു, ജലപ്രളയം വരും, ജലപ്രളയം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി മുങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവം അരുളി ചെയ്തതായിരിക്കുന്ന ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഈ പെട്ടകത്തിനകത്ത് മനുഷ്യരെ നിങ്ങൾ പ്രവേശിക്കണം. ഹല്ലേലൂയ. ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ആമേൻ മനുഷ്യവർഗത്തിന് അവിടെ നിന്നൊരു രക്ഷ പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ട് നോഹ ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, ഈ പെട്ടകത്തിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്ന്. ഈ കാലഘട്ടങ്ങളിലും സുവിശേഷം ആമേൻ അതിന്റെ വാതിൽ ഇതുവരെയും അടയപ്പെട്ടിട്ടില്ല. കൃപയുടെ വാതിൽ ഇതുവരെയും അടയപ്പെട്ടിട്ടില്ല. കൃപയുടെ വാതിലാകുന്ന ആലയത്തിന്റെ ആമേൻ മണവാട്ടി സഭയുടെ പെട്ടകത്തിന്റെ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ഓരോ വ്യക്തി ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതായ പാപയാഗ മരണയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആമയെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവനെ വിശ്വസിക്കുക, അവനെ രക്ഷിതമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ആമയെ സ്തോത്രം, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിപ്പാനിടയായി തീരും. എത്രയും വേഗം കൃപയുടെ വാതിൽ അടയുന്നതിന് മുന്നമേ ആമയെ പെട്ടകത്തിനകത്ത് പ്രവേശിക്കുക, സഭയാകുന്ന പെട്ടകത്തിനകത്ത് പ്രവേശിക്കുക. ഇല്ല ഞാൻ നീയും നിന്റെ കുടുംബവും നശിച്ചു പോകുവാനിടയായി തീരും. ദൈവിക ന്യായവിധി നടക്കുമ്പോൾ, ഭൂമിയെ ന്യായവിധിക്കുമ്പോൾ, പാവത്തിൽ വീണുപോയ മനുഷ്യരെ ന്യായവിധിക്കുമ്പോൾ, ദൈവിക കൽപ്പനകളെ നിരസിച്ചവരെ പാപം വിധിക്കുമ്പോൾ, ദൈവവചനത്തിനെ തിരസ്കരിച്ചവരെ ദൈവം ന്യായവിധിക്കുമ്പോൾ, സഹോദര സഹോദരി നീയും ആമി സ്തോത്രം ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരായി തീരരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചു കളഞ്ഞവർ, ദൈവ കൽപ്പനകളെ അനുസരിക്കാത്തവരും എതിർത്ത് നിന്നവരെ എല്ലാം ആമി സ്തോത്രം എരിയുന്ന തീച്ചൂളിലേക്ക് തള്ളിയിടുവാനിടയായി തീരും. നിത്യ നരകത്തിലേക്ക് എന്നേക്കുമായി പോകേണ്ടി വരും. എന്നാൽ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, ജീവനയോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ വചനം പറയുന്നു, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ന്യായവിധിക്കും. നീ ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചു കളഞ്ഞാൽ, ദൈവത്തിന്റെ വഴികൾക്ക് നടക്കാതെ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ, നാം ഈ സ്വത്രം കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം തന്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. ദൈവം ഒരുക്കുന്നതായ വാസസ്ഥലത്തേക്ക് മനുഷ്യനെ പ്രവേശിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിന് കാൽവറി ക്രൂശിൽ ഇരുകള്ളന്മാരുടെ മധ്യേ നമുക്ക് വേണ്ടി പാപയാഗ മരണമായി തീർന്നത്. ആ ക്രിസ്തുവിൽ കൂടെ മനുഷ്യവർഗത്തിന് എന്നേക്കും പാപമോചനം ലഭിച്ചു. പാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിച്ചു. വീണ്ടെടുപ്പ് ലഭിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹിത നിങ്ങളും വിശ്വസിക്കും. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു, കൃപായുഗം ആരംഭിച്ചു. കൃപായുഗത്തിന്റെ കാലഘട്ടം ആ വാതിലടയാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹസ്രാബ്ദ യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സഭ അതിവേഗം വെമ്പൽ കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ യുഗായുഗമായി വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയായി തീരട്ടെ നിങ്ങളെന്ന് ഞാൻ ആശംസിക്കുന്നു.